ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏത് സർക്കാരും പരമാവധി അവരുടെ PR ഉപയോഗിക്കും. അതിലൊന്നും തെറ്റൊന്നുമില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പില്ലെങ്കിൽ പോലും വലിയ വലിയ പരസ്യങ്ങൾ, നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കാശില്ലെങ്കിലും DA കൊടുക്കാറില്ലെങ്കിലും വലിയ തോതിൽ പരസ്യം നടത്തും. അങ്ങനെ പരസ്യം നടത്തി ആളുകളെ പറ്റിക്കാൻ കഴിയുമെന്നൊന്ന് ശ്രമിച്ചു നോക്കും. തങ്ങൾ ചെയ്ത കാര്യം, ചെയ്യാത്ത കാര്യം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ചെയ്തിട്ടില്ലാത്ത കാര്യമൊക്കെ ഇങ്ങനെ പറയും. ഇവിടെ പ്രധാനമായും വന്നിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്, നമുക്കൊക്കെ പ്രിയപ്പെട്ട കേരളത്തിലെ ഏറ്റവും മഹാനായ നടൻ എന്ന് പറയാവുന്ന മോഹൻലാലിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പത്മഭൂഷണമൊക്കെ കിട്ടി, അദ്ദേഹത്തിന് മറ്റേ വലിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടി, ദാദാ സാഹിബ് ഫാൽക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ മോഹൻലാലുമായി മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു. അല്ലെങ്കിൽ മോഹൻലാൽ മുഖ്യമന്ത്രി ആര് തമ്മിലാണെന്നറിയില്ല, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. കണ്ടും മിണ്ടിയും ഇരുവർ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അതെന്തോ ആവട്ടെ, അതിനൊന്നും നമുക്ക് തെറ്റില്ല. മുഖ്യമന്ത്രി മോഹൻലാലിനെയോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ മന്ത്രി ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജയറാമിനെയോ ദിലീപിനെയോ ഒന്നും കാണുന്നതിന് നമുക്കൊരു പ്രശ്നമല്ല. ആരെ വേണേ കണ്ടോട്ടെ, കണ്ട് സംസാരിച്ചോട്ടെ. പക്ഷെ പ്രശ്നം അവിടെയല്ല. രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്നാമത്തെ കാര്യം, ആ ഇൻ്റർവ്യൂവിൻ്റെ ടീസറേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ടീസറിൽ കാണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അങ്ങ് തന്നെ അധികാരത്തിൽ വരണം എന്ന് മോഹൻലാൽ പറയുന്നത് പോലെ ഒരു സ്വരം നമുക്ക് കേൾക്കാനുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്. അങ്ങനെ മോഹൻലാലിനെ പോലൊരു നടൻ പറയാമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. വളരെ നിഷ്പക്ഷമായി ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ ചെയ്തിരുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും വരും, കാണും, അവരൊക്കെ അഭിനന്ദിക്കും, ജനാധിപത്യം ജയിക്കട്ടെ എന്ന് പറയും, ഒക്കെ ഉണ്ട്. മോഹൻലാലിനെ കുറിച്ച് മുമ്പ് വന്നിട്ടുള്ള ഒരു പരാതി, അദ്ദേഹം സംഘപരിവാറിൻ്റെ ഭാഗത്തേക്ക് പോയി എന്നും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള വലിയ പരാതി ഉന്നയിച്ചത് ഇടതുപക്ഷത്തുള്ള ചിലർ തന്നെയാണ്. പിന്നെ എമ്പുരാൻ വന്നപ്പോൾ അത് വേറെ തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. എന്തായാലും മോഹൻലാലിനെ പോലെ ഒരാൾ ഇനിയും അങ്ങ് തന്നെ വരണം എന്ന് പറയുന്ന രൂപത്തിലൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ശരിയായോ? അത് BJPക്ക് ഗുണമാണോ വേറെ ആൾക്ക് ദോഷമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. മോഹൻലാൽ ഇതുവരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രൈവറ്റ് പാർട്ടി എടുത്ത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വിരോധമില്ല. ഇവിടെ ഇഷ്ടംപോലെ വീഡിയോ എടുക്കുന്ന ആളുകളുണ്ടല്ലോ. ഇവിടെ പ്രശ്നം എന്താ? ഇത് PR എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണം മുടക്കി PR വർക്ക് നടത്തുകയാണ്. സർക്കാരിൻ്റെ പണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോ മറ്റാർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവരിൽ സർക്കാരിൻ്റെ പണമില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിനും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഭരണത്തിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുത് എന്നത് നമ്മുടെ ഒരു ചട്ടമാണ്. അത് കേവലം ആ പ്രഖ്യാപനത്തിൻ്റെ ദിവസം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന ദിവസം മാത്രമല്ല. സർക്കാർ ഫണ്ട് ഒരു സമൂഹത്തിൻ്റെ ഭരിക്കുന്ന ആളുകൾക്ക് മാത്രമായി ഗുണകരമായി വരാൻ പാടില്ല. ഇവിടെ സർക്കാർ ഫണ്ട് അത് ഉപയോഗിക്കുന്നു, PRD ഇൻ്റർവ്യൂ എടുക്കുന്നു, ഈ ഇൻ്റർവ്യൂ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ മുഴുവൻ കൊടുക്കുന്നു. ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അക്ഷയ് കുമാറുമായി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു. ആ ഇൻ്റർവ്യൂ അക്ഷയ് കുമാർ വളരെ കൃത്യമായും രാഷ്ട്രീയമുള്ള ആളാണ്. അങ്ങനെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അത് വലിയ തോതിൽ അതിനെതിരെ വിമർശനം വന്നു. സർക്കാർ ചെലവിൽ അങ്ങനെ ഇൻ്റർവ്യൂ, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടനുമായൊരു ഇൻ്റർവ്യൂ നടത്തി. അതിനെ വിമർശിച്ചവരിൽ CPM-കാരും പെടുന്നു എന്നതാണ് സത്യം. അന്ന് അതിനെ വിമർശിച്ചവരിൽ CPM നേതാക്കളും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഒക്കെ പെടുന്നു. അത് അന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെയും കുറച്ച് പ്രസക്തമാണ്. ഒരു പത്രക്കാരനെ പോലും നേരിട്ട് കാണാൻ തയ്യാറാവാത്ത ആളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. ഒരു പത്രക്കാരനും ഇൻ്റർവ്യൂ ചോദിച്ചാൽ കൊടുക്കില്ല. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒരു പ്രശ്നമുണ്ട്. പത്രക്കാരെ അദ്ദേഹം നേരിടുന്നത് എന്താ പറയുക, നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ മാത്രമാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാവില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മോഡിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മോദി ഒരു റൂമിനകത്തിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയും, മൻ കി ബാത്ത് എന്നൊക്കെ പറയും. രാഹുൽ ഗാന്ധി അങ്ങനെ, രാഹുൽ ഗാന്ധി തെരുവിലാണ്. ഏത് സമയത്തും അദ്ദേഹത്തോട് നമുക്ക് പോയി ചോദിക്കാം. ഏത് പത്രലേഖകനും രാഹുൽ ഗാന്ധിയെ തടഞ്ഞു നിർത്തി ചോദ്യം ചോദിക്കാം. പ്രധാനമന്ത്രി ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ കേരളത്തിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശൻ അടക്കമുള്ള ആളുകളെ നിങ്ങൾക്ക് പത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിൽ ചെന്ന് ചോദിക്കാം, ഉത്തരം പറയും. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ പറ്റുമോ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അലോസരമാണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് വരെ പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം.
സ്വതന്ത്രമായി പത്രങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. മുൻകൂട്ടി കിട്ടാത്തൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. ഇപ്പോൾ മോഹൻലാലിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കൊച്ചു വർത്താനം പറയാം. ഞാൻ കേട്ടനുസരിച്ചാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ദാസൻ വിജയൻ ദിനേശ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആവട്ടെ, അതൊന്നും എനിക്കറിയില്ല. അതെന്തോ പറയട്ടെ. മോഹൻലാലുമായി എന്താണ് മുഖ്യമന്ത്രിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ളത്? മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? മോഹൻലാൽ എന്തെങ്കിലും നയപരമായൊരു ചോദ്യം മോഹൻലാൽ ചോദിക്കുമോ? ചോദിക്കില്ല. നേരെ മറിച്ച് നല്ല സീനിയറായ ഒരു പത്രപ്രവർത്തകനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? കേരളത്തിലോ ഇന്ത്യയിലോ ചാനൽ നമുക്കറിയാലോ. ദില്ലിയിൽ പോയി ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായ കോലാഹലം, മലപ്പുറം ജില്ലയെക്കുറിച്ച് അതിൽ വാർത്ത വന്നതും PR ഏജൻസി വന്നതും. PR ഏജൻസി ഇല്ലാതെ ഒരു പത്രസമ്മേളനവും നടത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അദ്ദേഹം ചെയ്യൂല. അദ്ദേഹത്തിന് നോക്കി വായിക്കാനേ പറ്റൂ. ഒരു ചോദ്യത്തിന് പെട്ടെന്നൊരു ചോദ്യം വന്നാൽ അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹത്തിന് ദേഷ്യം വരും. അതാ പ്രധാനമന്ത്രിയുടെയും രീതി. അങ്ങനെയുള്ള ഒരാളോട് വളരെ ഒരു അന്തരീക്ഷം സെറ്റപ്പ് ചെയ്ത് മോഹൻലാലിനെ പോലെ ഒരു സ്റ്റാറിനെ ഇരുത്തി, ഒരു സൂപ്പർ സ്റ്റാറിനെ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് അതിലൂടെ PR ഉണ്ടാക്കുക. അപ്പോൾ ആരാ അഭിനയിക്കണേ എന്നുള്ള ചോദ്യം വരും. മോഹൻലാലാണോ അഭിനയിക്കണേ, മുഖ്യമന്ത്രിയാണോ അഭിനയിക്കണേ എന്നുള്ള ചോദ്യം വരും. ഞാൻ പറഞ്ഞത് ഇത് അസംബന്ധമാണ്. ഇതിന് മറുപടിയായി പറയുന്നത് മുമ്പ് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ്. ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഭരണത്തിലിരിക്കുമ്പോഴല്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ ആർക്കും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാൽ മുഖ്യമന്ത്രിയും തമ്മിൽ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് നമുക്കൊരു വിരോധമില്ല. ഇത് എല്ലാ മന്ത്രിമാരും വേണി ആയിക്കോട്ടെ, നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ നടന്മാരും വന്നോട്ടെ. പക്ഷെ പ്രശ്നം അതല്ല. ഇത് പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പൊതുജനങ്ങളുടെ ഫണ്ടാണ്. പൊതുജനങ്ങളോട് സംസാരിക്കാത്ത, നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി മോഹൻലാലിനോട് സംസാരിച്ച് മോഹൻലാലിൻ്റെ പരിവേഷം തൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് ഉപയോഗിക്കാൻ പൊതുപണം ഉപയോഗിക്കുന്നു എന്നതാണ്. ഞാൻ പറയുന്നത് മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ പരസ്യമായി ഒന്ന് പറയട്ടെന്ന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ വിജയിപ്പിക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് എനിക്കൊരു വിരോധമില്ല. അദ്ദേഹത്തിന് അതിന് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. എങ്കിലേ സത്യമായി തുറന്നു പറയണം. അല്ലാതെ എല്ലാ വള്ളത്തിലും കാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് മോഹൻലാലിനെ പോലുള്ളൊരു എന്താ പറയുക, അത്യപൂർവ നടന്, ഒരു കലാകാരന് യോജിച്ചതല്ല. ഒന്നുകിൽ കലാകാരൻ നിലപാടെടുക്കാം. മോഹൻലാൽ വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി വന്ന് പറയുകയാണ്, പിണറായി വിജയന് 2-ാം ഊഴം വേണം, 3-ാം ഊഴം വേണം, അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തിന് അർഹനാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിരോധമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മാറി വോട്ട് ചെയ്യുമോ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള ഒരു സംശയം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവർക്ക് വോട്ട് ചെയ്യും. ഇത് വളരെ നല്ലൊരു കലാരൂപം എന്ന നിലയിൽ ഒരു ഹാസ്യം എന്ന് ഞാൻ പറയണില്ല, എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ നമ്മളത് കാണുകയും ചെയ്യും. പ്രശ്നം ഇത് ഒരു കാലത്തും സർക്കാർ ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിൽക്കാവൂ. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കൂടി ജോലിയാണ്. ഇത്തരത്തിൽ ഈ അവസാന ആഴ്ചയിൽ വന്ന്, ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്, അവസാന ആഴ്ചയിൽ വന്ന് ഇത്തരത്തിലുള്ള നമ്പറുകൾ ഇറക്കുന്നത് ഏതായാലും അത് നന്നായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.